ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. അപ്പോൾ ഭാഷാശാസ്ത്രത്തിന്റെ നെടുംതൂണുകൾ അബൂ അലി അൽ ഖാലിയും അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസായ അൽ അമാലിയും. ഈ ഒരു ചരിത്ര വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രസകരമായ ഒരു യാത്രയാണ് നടത്താൻ പോകുന്നത്. പ്രഗത്ഭനായ ഭാഷാ പണ്ഡിതനായ അൽ ഖാലിയുടെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിന്റെ മഹത്തായ രചനകളിലേക്കും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ശരി, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. തുർക്കിയിലെ ജനിച്ച ഒരു പണ്ഡിതൻ എങ്ങനെയാണ് അങ്ങ് ദൂരെ സ്പെയിനിലെ അറബി ഭാഷയെ മാറ്റിമറിച്ചത്? കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു കൗതുകം തോന്നുന്നില്ലേ? അറിവ് തേടിയുള്ള വൻകരകൾ താണ്ടിയുള്ള ആ ഒരു അതിശയകരമായ യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യം തന്നെ നമുക്ക് അൽ ഖാലിയുടെ അൽ അണ്ടലൂസിലേക്കുള്ള ആ ഐതിഹാസിക യാത്രയെക്കുറിച്ചൊന്ന് നോക്കാം. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള അദ്ദേഹത്തിന്റെ സഞ്ചാരം വെറുമൊരു യാത്രയായിരുന്നില്ല, മറിച്ച് അതൊരു വലിയ ബൗദ്ധിക മാറ്റത്തിന്റെ തുടക്കം കൂടിയായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിൽ അറിവ് എങ്ങനെയൊക്കെയാണ് ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് ഒഴുകിയിരുന്നത് എന്ന്. AD 901 തുർക്കിയിലെ മാൻസിക്കട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. പിന്നീട് അറിവ് തേടി അദ്ദേഹം നേരെ പോയത് ഇറാഖിലേക്കാണ്. അവിടെ വെച്ച് ഇബ്നു ദുറൈദ്, അൽ സജ്ജാജ് തുടങ്ങിയ അതിപ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ കീഴിൽ അദ്ദേഹം വിദ്യ അഭ്യസിച്ചു. ഒടുവിൽ ഹിജ്റ 330 ഖലീഫ അബ്ദുറഹിമാൻ അൽ നാസിറിന്റെ ഭരണകാലത്ത് അദ്ദേഹം കോർഡോബയിൽ എത്തിച്ചേരുന്നു. പാശ്ചാത്യ ലോകത്തേക്കുള്ള ആ വരവ് അക്ഷരാർത്ഥത്തിൽ അറബി ഭാഷയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കുന്ന ഒന്നായിരുന്നു. ഇനി കോർഡോബയിലെ അദ്ദേഹത്തിന്റെ പ്രഭാഷണ പരമ്പരകളിലേക്ക് വരാം. കോർഡോബയിൽ എത്തിയതോടെ ആ നീണ്ട ശാരീരിക യാത്ര അവസാനിച്ചെങ്കിലും അവിടെ അദ്ദേഹം മറ്റൊരു വലിയ ബൗദ്ധിക സംരംഭത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസായ അൽ അമാലി അഥവാ നവാദിർ അൽ ഖാലി കടന്നുവരുന്നത്. 2 വലിയ വാല്യങ്ങളുള്ള ഈ കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് വെറുതെ ഒരു മുറിയിലിരുന്ന് എഴുതിയ പുസ്തകമല്ല, മറിച്ച് അദ്ദേഹം നേരിട്ട് നടത്തിയ തത്സമയ പ്രഭാഷണങ്ങളിൽ നിന്നും വളരെ സൂക്ഷ്മമായി തയ്യാറാക്കിയെടുത്തതാണ്. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണതല്ലേ? അന്നത്തെ ഖലീഫയുടെ കൊട്ടാരത്തിലെ ആ സജീവമായ അന്തരീക്ഷം നമ്മളൊന്ന് മനസ്സിൽ കണ്ടുനോക്കണം. അയ്യാമുൽ അഖ്മിസ, അതായത് എല്ലാ വ്യാഴാഴ്ചകളിലും അദ്ദേഹം കൊട്ടാരത്തിൽ നടത്തിയിരുന്ന വളരെ സവിശേഷമായ ഭാഷാസാഹിത്യ ക്ലാസുകൾ. സത്യത്തിൽ ആ വ്യാഴാഴ്ചകളിലെ പ്രഭാഷണങ്ങളാണ് അറബി സാഹിത്യത്തിന്റെ ഭാവി തന്നെ നിശ്ചയിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അറബി സാഹിത്യത്തിലെ 4 നെടുംതൂണുകളെക്കുറിച്ചാണ്. അറബി ഭാഷയുടെ വിശാലമായ ചരിത്രത്തിൽ അൽ ഖാലിദിയുടെ രചനകൾ കൃത്യമായി എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മെ സഹായിക്കും. അറബി സാഹിത്യ ലോകത്ത് അദ്ദേഹത്തിന്റെ കൃതിക്കുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന് നോക്കൂ. അറബി സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 നെടുംതൂണുകളിലൊന്നായിട്ടാണ് അൽ അമാലി ഇന്ന് കണക്കാക്കപ്പെടുന്നത്. അൽ ബയാൻ, അദബ് അൽ കാത്തിബ്, അൽ കാമിൽ തുടങ്ങിയ അധികായന്മാർക്കൊപ്പമാണ് അൽ അമാലിയുടെയും സ്ഥാനം. എന്ത് ഗംഭീരമാണല്ലേ അത്! ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാൻ മഹാനായ പണ്ഡിതനായ അബു മുഹമ്മദ് ബിൻ ഹസം പറഞ്ഞ വളരെ കൃത്യമായൊരു കാര്യം ഞാൻ പറയാം. അബു അലിയുടെ നവാദിർ അനുഗ്രഹീതമാണ്, അതുപോലെ അൽ മുബറിദിന്റെ അൽ കാമിലും. അൽ അബ്ബാസിന്റെ പുസ്തകത്തിൽ വ്യാകരണവും വാർത്തകളും കൂടുതലുള്ളപ്പോൾ അബു അലിയുടെ പുസ്തകത്തിൽ ഭാഷയും കവിതയുമാണ് കൂടുതൽ. കേവലം വ്യാകരണത്തിനപ്പുറം ഈ കൃതി എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് ഈ വാക്കുകൾ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇബ്ന് ഹസമിന്റെ ആ വിലയിരുത്തൽ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഒരു വശത്ത് അൽ കാമിൽ, അത് പ്രധാനമായും വ്യാകരണത്തിനും ചരിത്രപരമായ വാർത്തകൾക്കുമാണ് മുൻഗണന നൽകുന്നത്. എന്നാൽ മറുവശത്ത് അൽ അമാലി വെറും വ്യാകരണ നിയമങ്ങൾക്കപ്പുറം ഭാഷയ്ക്കും കവിതയുടെ സൗന്ദര്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാവ്യാത്മകതയാണ് അൽ അമാലിയെ മറ്റു കൃതികളിൽ നിന്നും പൂർണ്ണമായും വേറിട്ടു നിർത്തുന്നത്. അവസാനമായി അൽ അമാലിയയുടെ പൈതൃകവും അതിന്റെ വ്യാഖ്യാനങ്ങളും. കൊട്ടാരത്തിൽ വെറുമൊരു വ്യാഴാഴ്ച പ്രഭാഷണങ്ങളായി തുടങ്ങിയ ആ സംരംഭം പിന്നീട് തലമുറകളോളം നീണ്ടുനിൽക്കുന്ന ഒരു വലിയ പൈതൃകമായി മാറിയത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അൽ ഖാലിയുടെ ആ പ്രഭാഷണങ്ങളുടെ സ്വാധീനം ചില്ലറയൊന്നുമായിരുന്നില്ല. പിന്നീട് വന്ന പല മികച്ച പണ്ഡിത രചനകൾക്കും അതൊരടിസ്ഥാനമായി മാറി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അബു ഉബൈദ് അൽ ബക്രി രചിച്ച സിംത് അൽ ആലി.
ഈ അതിപ്രശസ്തമായ വ്യാഖ്യാനം പിന്നീട് അബ്ദുൽ അസീസ് അൽ മൈമനി വളരെ സൂക്ഷ്മതയോടെ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ അല്ലമാലിയുടെ ചരിത്രമൂല്യം ഇത് ഒന്നുകൂടി അറക്കിട്ടുറപ്പിച്ചു. ഈയൊരു വിവരണം നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. 10ാം നൂറ്റാണ്ടിലെ ആ കവിതകളും ഭാഷയുമെല്ലാം ഇത്രയും സൂക്ഷ്മതയോടെ അൽ ഖാലി സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അറബി ഭാഷയുടെ ഘടന തന്നെ മറ്റൊന്നാകുമായിരുന്നില്ലേ? 1000-ലധികം വർഷങ്ങൾക്കു മുൻപ് ഭൂഖണ്ഡങ്ങൾ താണ്ടി അദ്ദേഹം നടത്തിയ ആ യാത്രയുടെയും പ്രഭാഷണങ്ങളുടെയും അലയൊലികൾ ഇന്നും നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ പ്രതിധ്വനിക്കുന്നുണ്ട് എന്നത് ശരിക്കും എത്ര അത്ഭുതകരമാണ്. ഈയൊരു ചരിത്രയാത്ര നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തീർച്ചയായും ഒരു പ്രചോദനമാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.